നമസ്കാരം. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് പ്രത്യേക വിശേഷണങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. ഓരോ ഇന്ത്യക്കാരനും അദ്ദേഹം ഏറെ പ്രിയപ്പെട്ടവനാണ്. അത്യുന്നതങ്ങൾ നിൽക്കുമ്പോഴും വളരെ എളിമയോടെ ജീവിക്കുന്ന, വളരെ സാധാരണക്കാരായി ഇന്നും ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന, സിനിമയിലല്ലാത്ത സമയത്ത് മേക്കപ്പ് പോലും ഇടാതെ ഏത് വേദിയിലും എത്തുന്ന രജനീകാന്ത് ശരിക്കും ഇന്നും ഒരു അത്ഭുതമാണ് ഇന്ത്യൻ സിനിമയിൽ. അദ്ദേഹത്തിന് ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ ആരാധകരുണ്ട്. ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ രജനീകാന്തിന് വലിയ തോതിലുള്ള ആരാധക വൃന്ദമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. രജനീകാന്തിൻ്റെ ചിത്രങ്ങൾ വിറ്റുപോകുന്ന വിലയെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകാറുണ്ട്. കാരണം ഇത്രയും വലിയൊരു ആരാധകർ ലോകം മുഴുവൻ രജനിയെ കാത്തിരിക്കുന്നു. കേരളത്തിലും അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട്. ഇന്ന് രജനീകാന്തിന് 75 വയസ്സ് തികയുകയാണ്. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല രജനീകാന്തിന് 75 വയസ്സായി എന്ന്. കാരണം അദ്ദേഹം മേക്കപ്പിട്ട് കഥാപാത്രമായി വരുമ്പോൾ 75 വയസ്സൊന്നും ഒരു വയസ്സേ അല്ല. അദ്ദേഹം വീണ്ടും തുടക്കകാലത്ത് എങ്ങനെയാണോ നമ്മുടെ മുന്നിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നത് അതുപോലെ തന്നെയാണ് രജനീകാന്ത് ഇന്നും സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഏതായാലും രജനീകാന്തിന് ഈ 75 വയസ്സ് തികയുന്ന ഈ സന്ദർഭത്തിൽ മലയാളികളുടെ പ്രിയങ്കരനായ നടൻ ദേവൻ പറഞ്ഞ പഴയൊരു കഥയുണ്ട്. രജനീകാന്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കലും മറക്കാത്ത, ഇനി ഒരിക്കലും മറക്കാൻ കഴിയാത്ത, അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ ഓർത്ത് വയ്ക്കുന്ന ആ ഒരു ഏടാണ് ദേവൻ എന്ന് വെളിപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞത്, ഭാഷ എന്ന സിനിമയിൽ ഇരുവരും അഭിനയിക്കുകയായിരുന്നു. അങ്ങനെ മുംബൈയിലായിരുന്നു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. ഒരു ദിവസം രജനീകാന്ത് ദേവനെ തൻ്റെ മുറിയിലേക്ക് ഒരു സൽക്കാരത്തിനായി ക്ഷണിച്ചിരുന്നു. പലപ്പോഴും പല സൂപ്പർ താരങ്ങളും ഇങ്ങനെ പലരെയും സൽക്കാരത്തിന് വിളിക്കുമെങ്കിലും അവസാന നിമിഷം ചെല്ലുമ്പോൾ അവിടെ ആളില്ലാത്ത അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് രജനീകാന്തും അങ്ങനെ തന്നെയായിരിക്കും തന്നെ വിളിച്ചതെന്നാണ് ദേവൻ കരുതിയത്. എന്നാൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ദേവൻ പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ പോയി മടങ്ങിയെത്തുമ്പോൾ ഹോട്ടലിലെ റിസപ്ഷനിലെ ആൾ പറഞ്ഞു, രജനി സാർ പലതവണ താങ്കളെ തിരക്കിയിരുന്നു, ഉടൻ തന്നെ മുറിയിലേക്ക് ചെല്ലണമെന്ന്. അങ്ങനെ മുറിയിലേക്ക് എത്തുമ്പോൾ രജനീകാന്ത് അവിടെയുണ്ട്. അപ്പം ഈ സമയത്ത് ദേവൻ അദ്ദേഹത്തോട് ക്ഷമാപണം നടത്തി. കാരണം താൻ വൈകിപ്പോയി പുറത്തു പോയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ രജനീകാന്ത് ഒരു കുഴപ്പമില്ല, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഭക്ഷണവും മറ്റുമൊക്കെ തന്നെ അവിടെ ഒരുക്കിയിരുന്നു. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് കൂടി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സംസാരത്തിനിടയിൽ പ്രണയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കടന്നു വന്നു. രജനീകാന്ത് ദേവനോട് ദേവൻ്റെ പ്രണയകാലത്തെക്കുറിച്ചൊക്കെ തന്നെ ചോദിച്ചു. പിന്നീട് അങ്ങേക്ക് ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് രജനീകാന്ത് അങ്ങേയറ്റം വികാരനിർഭരമായ തൻ്റെ പ്രണയകഥ വെളിപ്പെടുത്തി. തൻ്റെ ആദ്യ പ്രണയത്തെക്കുറിച്ചുള്ള കഥ രജനീകാന്ത് പറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയാം, രജനീകാന്ത് കർണാടകത്തിൽ ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടറായി ജോലി നോക്കിയിരുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഈ യാത്രയ്ക്കിടയിൽ നിർമ്മല എന്ന് പറയുന്നൊരു വിദ്യാർത്ഥിനിയുമായി അദ്ദേഹം പ്രണയത്തിലാകുന്നു. നിമ്മി എന്നാണ് രജനീകാന്ത് അവരെ വിളിച്ചിരുന്നത്. എന്നും രജനീകാന്ത് കണ്ടക്ടറായിട്ടുള്ള ബസ്സിലാണ് അവർ യാത്ര ചെയ്തിരുന്നത്. ഒരു MBBS വിദ്യാർത്ഥിനിയായിരുന്നു ഈ നിർമ്മല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രജനീകാന്ത് അഭിനയിച്ച ഒരു നാടകം ഈ നിർമ്മല കണ്ടിരുന്നു. രജനീകാന്തിൻ്റെ അപാരമായ അഭിനയശേഷി മനസ്സിലാക്കിയ അവർ നിർമ്മല രജനീകാന്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ മറ്റോ പോയി ഈ അഭിനയം പഠിച്ചാൽ അത് ഭാവിയിൽ ഒരുപാട് ഗുണം ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു നടപ്പിലാത്ത കാര്യമാണെന്നായിരിക്കും രജനീകാന്ത് കരുതിയത്. പക്ഷേ ഇതിനുള്ള അപേക്ഷ വരെ എത്തിച്ചു കൊടുത്തത് നിർമ്മലയായിരുന്നു. അങ്ങനെ അദ്ദേഹം അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥിയായി ചേരുന്നു. പിന്നെ അടയാറിലെ പഠനത്തിനിടയിൽ അദ്ദേഹം ഒരിക്കൽ ബാംഗ്ലൂർ എത്തിയപ്പോൾ നിർമ്മലയെ പിന്നെ കണ്ടില്ല. അങ്ങനെ നിർമ്മലയുടെ വീട് അറിയാമായിരുന്ന ആ സ്ഥലം അദ്ദേഹം അന്വേഷിച്ചു പോയി. എങ്കിലും അറിയാൻ കഴിഞ്ഞത് അവരുടെ കുടുംബം വീട് വിറ്റവർ മറ്റെങ്ങോട്ടോ പോയി എന്നാണ്. രജനീകാന്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഷോക്കായി മാറിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ പ്രിയപ്പെട്ട പ്രണയിനി പിന്നെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്ന്. ദേവനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. രജനീകാന്ത് ദേവനോട് പറഞ്ഞത്, ഇന്നും ഏത് ആൾക്കൂട്ടത്തിൽ ഞാൻ എൻ്റെ നിമ്മിയെ തേടുന്നു എന്നാണ്. അവരിൽ ആരെങ്കിലും ഒരാളായി നിർമ്മല അവിടെ കാണുമോ എന്ന് അദ്ദേഹം ഇപ്പോഴും തിരക്കാറുണ്ട്, നോക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല രജനീകാന്ത് ദേവനോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നിമ്മി വലിയൊരു മനസ്സിൻ്റെ ഉടമയായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ പിന്നീട് സിനിമയിൽ ഇത്രയും പ്രശസ്തനായ ഒരാളായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാനോ അല്ലെങ്കിൽ വീണ്ടും വന്ന് കാണാനോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാനോ ഒക്കെ വേണ്ടി തന്നെ വേണമെങ്കിൽ അവർക്ക് വന്ന് കാണാമായിരുന്നു. തനിക്ക് ഒരിക്കലും നോ പറയാൻ കഴിയുകയും ഇല്ലായിരുന്നു. പക്ഷേ അവരെവിടെയോ മറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും. അങ്ങനെ ഓരോ ആൾക്കൂട്ടത്തിലും ഞാനവരെ തേടുന്നു എന്ന് പറഞ്ഞപ്പോൾ ദേവൻ രജനീകാന്തിനോട് പറഞ്ഞത്, തീർച്ചയായും അങ്ങ് അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പോൾ അത് കേട്ടപ്പോൾ ആകെ വിഷമിച്ച് കണ്ണു നിറഞ്ഞിരുന്ന രജനീകാന്തിൻ്റെ മുഖത്തൊരു പ്രത്യാശ പരന്നു വന്നു. അദ്ദേഹത്തിന് അത് വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ആ രാത്രിയിൽ താൻ യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന രജനീകാന്തല്ല, അദ്ദേഹം വളരെ വേദനയോടെ അല്ലെങ്കിൽ ദുഃഖത്തോടെ സംസാരിച്ച രജനീകാന്തല്ല, അദ്ദേഹം വളരെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് തന്നെ യാത്രയാക്കിയത് എന്നാണ് ദേവൻ പറയുന്നത്. രജനീകാന്ത് എത്രത്തോളം ശുദ്ധനായ നല്ലവനായൊരു മനുഷ്യനാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. രജനീകാന്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങേറ്റം എളിമയോടെ പെരുമാറുന്നൊരു മനുഷ്യനാണെന്നാണ് എല്ലാവരും പറയുന്നത്. സിനിമാ സെറ്റുകളിലൊക്കെ തന്നെ യാതൊരു തരത്തിലുള്ള താരജാടകളില്ലാതെ വളരെ സാധാരണക്കാരനായി പെരുമാറുന്ന ഒരു മനുഷ്യൻ, എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഹൃദയാലുവായ ഒരു മനുഷ്യൻ, ആരെയും സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം.
അങ്ങനെയുള്ള രജനീകാന്തിൻ്റെ ജീവിതത്തിലെ ഈ ഒരു അവിസ്മരണീയമായ ഒരുപക്ഷെ ഇന്നും അദ്ദേഹം ഒരുപക്ഷെ എവിടെ സഞ്ചരിക്കുമ്പോഴും ആ കണ്ണുകൾ തേടുന്നത് തൻ്റെ പഴയ കൂട്ടുകാരിയെ തന്നെയായിരിക്കാം. ഒരുപക്ഷെ രജനീകാന്തിൻ്റെ ജീവിതത്തെ തന്നെ വഴിമാറ്റി വിട്ട ആ ഒരു അഭിനയ രംഗത്തേക്ക് തിരിയാൻ കാരണക്കാരിയായ നിമ്മിയെ തന്നെയാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തേടുന്നത്.